ഗാസ മുനമ്പിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടക്കവേ ഒരു കൂട്ടം പലസ്തീനുകളെ ഹമാസ് വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. 8 പേരെയാണ് ഹമാസ് തെരുവിൽ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നത്. ഗാസ സമാധാന ഉച്ചകോടിയിൽ ലോക നേതാക്കൾ സമാധാന കരാർ ഒപ്പിട്ടതിന് പിന്നാലെ പുറത്തുവന്ന ദൃശ്യങ്ങൾ സമാധാന കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇസ്രായേലുമായി സഹകരിച്ചെന്ന് ആരോപിച്ചാണ് ഹമാസിന്റെ ക്രൂര നടപടി. 8 പേരെ കൈകൾ പിന്നിൽ കെട്ടി മുട്ടുകുത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. വെടിവെപ്പിന് പിന്നാലെ സ്ഥലത്ത് കൂടി നിൽക്കുന്നവർ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നതും കേൾക്കാം. കഴിഞ്ഞ ദിവസമാണ് ഗാസ വെടിനിർത്തലിന്റെ അനന്തര നടപടികൾ ചർച്ച ചെയ്യാനായി ഈജിപ്തിൽ സമാധാന ഉച്ചകോടി ചേർന്നതും ലോക നേതാക്കൾ ഗാസ കരാറിൽ ഒപ്പിട്ടതും. ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ദുർബലരായ ഹമാസ് പ്രദേശത്ത് നിയന്ത്രണം വീണ്ടും ഉറപ്പിക്കാൻ ആക്രമണത്തിലേക്ക് തിരിയുകയാണ് എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഗാസയിൽ സമാധാന കരാർ നിലവിൽ വരികയും ഇസ്രായേൽ സൈന്യം പിൻവലിയുകയും ചെയ്തതിന് പിന്നാലെ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവലിഞ്ഞ മേഖലകളിൽ കറുത്ത മാസ്ക് അണിഞ്ഞ് ഹമാസ് ബ്രിഗേഡ് അംഗങ്ങൾ തെരുവിൽ റോന്തു ചുറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഡിറ്ററൻസ് ഫോഴ്സ് എന്ന പേരിൽ ഒരു പുതിയ സേനാ വിഭാഗത്തിനും ഹമാസ് രൂപം നൽകിയിട്ടുണ്ട്. സായുധരായ പലസ്തീനി ഗോത്ര വിഭാഗങ്ങളെയും സായുധ സംഘങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഡിറ്ററൻസ് ഫോഴ്സ് രൂപീകരിച്ചത്. ഇവർക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ട് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ഇസ്രായേലിനായി ചാരപ്പണി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട 3 പേരെ കഴിഞ്ഞ മാസവും ഹമാസ് വധിച്ചിരുന്നു. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും മധ്യേഷ്യയിൽ സമാധാനം എത്തിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. ഹമാസിനോട് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങണമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ മാരകമായ രീതിയിൽ അവരെ നിരായുധീകരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് വധശിക്ഷയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഹമാസിന്റെ ഈ നടപടി പുതിയതായി ഒപ്പുവെച്ച ഗാസ സമാധാന കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. കൈകൾ പിന്നിൽ കെട്ടിയിട്ട് 8 പേരെ നിലത്ത് മുട്ടുകുത്തി നിർത്തിയിരിക്കുന്നതും പിന്നീട് വെടിവെച്ച് കൊല്ലുന്നതുമാണ് വീഡിയോയിലുള്ളത്. ഗാസയിൽ 2 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന കരാറിൽ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെച്ചിരുന്നു. സമാധാന കരാർ നിലവിൽ വരികയും ചെയ്തു. പക്ഷേ അപ്പോഴും ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. വരും മാസങ്ങളിൽ ഗാസയിൽ എന്ത് സംഭവിക്കും? ഗാസയെ ഒന്നാകെ വിഴുങ്ങിയ ഇസ്രായേൽ അധിനിവേശത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടാകുക? ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിലും മാരക ആക്രമണങ്ങളിലും മുച്ചൂടും തകർന്ന ഗാസയുടെ പുനഃസ്ഥാപനത്തിനും പലസ്തീൻ രാഷ്ട്ര പുനർനിർമ്മാണത്തിനും എന്ത് ചെയ്യും? ഇത്രയും ചോദ്യങ്ങൾക്ക് കൂടി ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് $7,000 കോടി, ഏകദേശം 6.9 ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്നാണ് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയിച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനും ലോകബാങ്കും നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമാണ് ഇത്. ഇതിൽ ആദ്യത്തെ 3 വർഷത്തേക്ക് അടിയന്തരമായി $2,000 കോടി അഥവാ ഏകദേശം 1.74 ലക്ഷം കോടി രൂപ വേണ്ടിവരും. ബാക്കി തുക ദീർഘകാലാടിസ്ഥാനത്തിൽ വേണ്ടിവരുന്ന ചെലവാണ്. അറബ് യൂറോപ്യൻ രാജ്യങ്ങളും US-ഉം പുനർനിർമ്മാണത്തിന് പണം നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ മരിച്ച ബന്ദികളിൽ 20 പേരുടെ മൃതദേഹങ്ങൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 4 പെട്ടികളിലാക്കിയ ശരീരഭാഗങ്ങളാണ് തിങ്കളാഴ്ച ഹമാസ് കൈമാറിയത്. ശേഷിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ എളുപ്പമല്ല എന്നും ഇതിന് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാമെന്നും റെഡ് ക്രോസ് വക്താവ് വ്യക്തമാക്കി. 23 ജീവനക്കാരെ കൂടി തെരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷം 172 ബന്ദികളെയും 3472 പലസ്തീൻകാരെയും റെഡ് ക്രോസ് മുഖാന്തരമാണ് കൈമാറിയത്. അതിനിടെ ഡിസംബർ മുതൽ ഇസ്രായേലിന്റെ തടവിലുള്ള ഡോക്ടർ ഹുസാം അബു സഫിയെ കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ഇസ്രായേൽ വിട്ടു നൽകിയ തടവുകാരുടെ കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ പേരില്ല. വിട്ടയക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചവരുടെ കൂട്ടത്തിൽ ഡോക്ടർ ഹുസാമിന്റെ പേരും ഉണ്ടായിരുന്നുവെങ്കിലും മോചിതരായി എത്തിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല എന്നാണ് ഹുസാമിന്റെ കുടുംബം പറയുന്നത്.